ഇന്ന് നമുക്കൊരു പുഡിങ് ചെയ്യാം കേട്ടോ. അതും നമ്മുടെ ഇളനീർ പുഡിങ് തന്നെ ചെയ്യാം. ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ 1 ലിറ്റർ മെഷർമെന്റിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ 2 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. രണ്ടിന്റെയും പൾപ്പും വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതാണ് കുറച്ച് ടാസ്കുള്ള പരിപാടി. പിന്നെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിന്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. വെറും 46 രൂപ മാത്രമേ ഉള്ളൂ ഒരു പെട്ടി. 1 ലിറ്റർ പാലിന് നമ്മൾ 20 ഗ്രാം ചൈന ഗ്രാസ് യൂസ് ചെയ്യണം കേട്ടോ. അത് കട്ട് ചെയ്ത് പീസാക്കി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു 4 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ശേഷം നമ്മുടെ ഇളനീർ പൾപ്പും 1 കപ്പ് പഞ്ചസാരയും കുറച്ച് പാലും, നമ്മുടെ 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ദെൻ ഒരു പാൻ എടുപ്പത്ത് വെക്കുക. ആദ്യം നമ്മൾ 4 ഗ്രാം ചൈന ഗ്രാസ് പൊതിർത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് മെൽറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ഒരു 1/3 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് രണ്ടും കൂടെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇളനീരിന്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാൻ. ആ ഒരു പാത്രം കഴുകിയതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നമ്മുടെ ചൈന ഗ്രാസും തിളപ്പിച്ചെടുക്കുക. രണ്ടും സെയിം ചൂടാവണേ. ഇപ്പോൾ പാലും ചൈന ഗ്രാസും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീ ഓഫ് ആക്കിയിട്ട് മിക്സ് ചെയ്യാം. കേസ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലിന്റെ കൂട്ടത്തിൽ കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും. ഇതിലേക്ക് നമ്മളൊരു 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്താ നമ്മുടെ ഇളഞ്ഞ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ തീ കത്തിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത്രയും വേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടാണ്ട് ഏലക്ക കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ മുകളിലുള്ള ബബിൾസ് ഒക്കെ എടുത്ത് ഒഴിവാക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്ലാസ് പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ പീസാക്കിയിട്ട് നമ്മുടെ ഇളനീർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര പരിപാടിയുള്ളൂ. മിക്സ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ആരെ കാത്തിക്കുക, പെട്ടെന്ന് പോയി ഉണ്ടായിക്കോ. അപ്പോൾ കേട്ടാ അടുത്ത വീഡിയോയിൽ കാണുവരേക്കും ബൈ.